പാറ്റ്നയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കേരളത്തിലെ 4 ജില്ലകളിൽ ഇഡി റെയ്ഡ്. വ്യാജ ഗവൺമെന്റ് ജോലിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് പരിശോധന. എറണാകുളം, പന്തളം, അടൂർ, മലപ്പുറം എന്നിവിടങ്ങളിലാണ് റെയ്ഡ്. രാജ്യവ്യാപകമായി 15 ഇടങ്ങളിൽ ഇഡി പരിശോധന നടത്തുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ. അർജുൻ, പരിശോധന എത്ര നേരമായി ആരംഭിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞോ? എന്താണ് വിവരങ്ങൾ? സുധി, രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലടക്കം വ്യാപകമായ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്താകെ 15 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 4 ഇടങ്ങൾ കേരളത്തിലാണ്. എറണാകുളം, അടൂർ, പന്തളം, മലപ്പുറം എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ പേരിലടക്കം ജോലി വാഗ്ദാനം നൽകി, വ്യാജ വാഗ്ദാനങ്ങൾ നൽകി തട്ടിപ്പ് നടത്തി എന്നതാണ് പ്രധാനപ്പെട്ട കേസ്. ഇതിൽ അന്വേഷണം നടത്തുമ്പോഴാണ് ഇത് ഇന്ത്യൻ റെയിൽവേയുടെ പേരിൽ മാത്രമല്ല ഇത്തരം രാജ്യവ്യാപകമായി സർക്കാർ വകുപ്പുകളുടെ പേരിൽ വ്യാപകമായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ RRB, ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, വനം വകുപ്പ്, ഇൻകം ടാക്സ്, ഹൈക്കോർട്ട്, PWD, ബീഹാർ ഗവൺമെന്റ്, അതോടൊപ്പം തന്നെ DDA, രാജസ്ഥാൻ സെക്രട്ടേറിയറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഒരു സംഘം തട്ടിപ്പ് നടത്തിയത്. ഇതിൽ എന്താണ് കേരളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട കണ്ണി എന്നത് വ്യക്തമല്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED കേരളത്തിലും റെയ്ഡ് നടത്തുന്നത്. മാത്രവുമല്ല, ഈ സംഘത്തിൽപ്പെട്ട ചില ആളുകൾ അവർക്ക് മലയാളി ബന്ധമുണ്ട് എന്ന ഒരു സൂചന കൂടി EDക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ് എന്നതാണ് വിവരം. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിലെ 4 ജില്ലകളിലാണ് ED റെയ്ഡ് നടക്കുന്നത്.